പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ലോകവും അതിലുള്ള സമസ്തവും മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ച പരമകാർത്തികനായ ദൈവമേ, ഈ ബൈബിളുകളെ ആശീർവദിക്കണമേ. അങ്ങയുടെ ഇഷ്ടാനുസരണം ഇത് ഉപയോഗിക്കുന്നവർക്ക് ഐശ്വര്യവും സമാധാനവും നൽകണമേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു ആ വചനം എന്നുള്ള വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വചനങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ തിരുവചനത്തെ പ്രത്യേകമായും ആശീർവദിച്ച് അനുഗ്രഹിച്ച് വേർതിരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുവചനത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് വേർതിരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുരോഹിത ശുശ്രൂഷ ചെയ്യുകയാണ്. കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെയും ഉത്തരവാദിത്തം ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, നാം എല്ലാവരും അവിടുത്തെ രാജകീയ പുരോഹിതരാണ്. കർത്താവിന്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും സുവിശേഷം പ്രചരിപ്പിക്കാനും സുവിശേഷത്തിന് സാക്ഷികളാകാനും തീർച്ചയായിട്ടും തയ്യാറായി ഈ രണ്ട് സഹോദരിമാര് ഈ വചനം പകർത്തി എഴുതിയിരിക്കുകയാണ്. കുർബാനയുടെ ഇടയിൽ ഞാനിങ്ങനെ ഓർത്തു, സിസ്റ്റർമാർ രണ്ടുപേരും വചനം എഴുതി എന്ന് മാത്രമല്ല, വചനം പഠിച്ച് വായിച്ച് കടന്നു പോവുകയും ചെയ്തു. തിരുവചനം ഒരു തവണയെങ്കിലും മുഴുവനായിട്ട് വായിക്കുകയും അതുപോലെ തന്നെ തിരുവചനം മുഴുവനും ഒരു തവണ എഴുതുകയും ചെയ്തു. ഒരു തവണയല്ല, അത് കൂടുതൽ തവണ ഈ വചനങ്ങൾ എഴുതുന്ന സമയത്ത് ഇത് വായിച്ചിട്ടുണ്ട്. പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്, ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല, കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് മിക്കവാറും നമ്മുടെ ക്രൈസ്തവരായ ആളുകൾ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇരുവരും 1.5 വർഷമെടുത്ത് ഈ വചനങ്ങൾ മുഴുവൻ വായിക്കുകയും വചനം പകർത്തി എഴുതുകയും ചെയ്തത്. ഇത് വലിയൊരു കൃപയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരുപക്ഷെ ആദ്യത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഇത് തീർക്കാൻ കഴിയുമോ എന്ന് ഒരുപക്ഷെ ചിന്തകൾ ഉണ്ടായിരുന്നിരിക്കാം. ഇത്രയും കാലമെടുത്ത് അത് എഴുതണമെന്നുള്ളത് വലിയ ഒരു ക്ഷമയുടെയും അതുപോലെ തന്നെ തീർക്കണമെന്നുള്ളത് വലിയൊരു തീഷ്ണതയുടെയും ശക്തിയാണ്. ആത്മീയമായിട്ട് പരിശുദ്ധാത്മാവ് ഇവരെ സഹായിച്ചിരിക്കുന്ന ഒരു വലിയ വേളയാണ്. ഈ മെയ് 24-ാം തീയതി പെന്തക്കോസ്തായിക്ക് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വചനം പൂർണ്ണമാക്കി എടുക്കുവാനായിട്ട് സിസ്റ്റർ ശാലിനിക്കും സിസ്റ്റർ പെൻസിറ്റായിക്കും സാധിച്ചു എന്നുള്ളതും, അത് സെന്റ് മർത്താസ് സഭയെ സംബന്ധിച്ച് 2 സിസ്റ്റർമാര് വെറുതെ 2 വചനം എഴുതിയെന്നല്ല, തിരുവചനം മുഴുവനായിട്ട് വായിച്ച് പകർത്തി എഴുതി എന്ന വലിയ ഒരു കർത്തവ്യം. ഒരു പക്ഷേ പറഞ്ഞ ഹിമാലയൻ ദൗത്യം എന്ന പോലെ വലിയ ഒരു ദൗത്യമായിരുന്നു ഇവരെ ഏറ്റെടുത്തത്. ആ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് 2 സഹോദരന്മാർക്ക് സാധിച്ചു. അതിന്റെ വലിയ ഒരു അടയാളമാണ് ഈ 2 പേരുടെയും എഴുതപ്പെട്ടിരിക്കുന്ന ഈ തിരുവചനങ്ങൾ. ഇതിവർക്ക് എന്നും മരണം വരെയും മരണത്തിന് ശേഷം തമ്പുരാന് അതിനുള്ള പ്രതിഫലവും നൽകുന്ന വിധത്തിൽ തിരുവചനം വായിച്ചും ധ്യാനിച്ചും പഠിച്ചും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് ഇടയാക്കുകയും ചെയ്യുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് സിസ്റ്റർ മേഴ്സിക്കായയ്ക്കും സിസ്റ്റർ ശാലിനിക്കും എല്ലാവിധത്തിലുമുള്ള അനുമോദനങ്ങള്, അഭിവാദ്യങ്ങള് ഞാൻ ഈ സമയത്ത് നേരുകയാണ്. നിങ്ങളുടെ ഈ വലിയ ദൗത്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ വാഴ്ത്തപ്പെട്ടവനായിട്ട് 30 വർഷം തികയുന്ന ദിവസമാണ്. ഈ ദിവസത്തിൽ തന്നെ ഇത് പ്രസിദ്ധീകരിക്കാനായിട്ട് വ്യതിരിച്ച് ആശീർവദിച്ച് മറ്റുള്ളവരുടെ ഉപകാരത്തിന് ഉപയോഗത്തിനുമായിട്ട് തീർക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഒരിക്കൽ കൂടി എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും ആശംസിക്കുന്നു. ഇതിന് സഹായിച്ച മദറിനും മറ്റ് സിസ്റ്റർമാർ ഓരോരുത്തരും നിങ്ങളുടെ സഹകരണത്തിനുമെല്ലാം അധികമായിട്ട് നന്ദി.